അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വൃദ്ധന്മാരും വൃദ്ധകളുമായ ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പടുവൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞ സന്ദർഭം, ആ ഒരു കഥ വളരെ സുപ്രസിദ്ധമാണല്ലോ. ഇത് കേട്ടപാടെ ആ ഉമ്മ കരയുകയും സ്വർഗം നേടാൻ കഴിയില്ലല്ലോ എന്ന് ഖേദം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ തങ്ങൾ അതിന് പറഞ്ഞുകൊടുത്ത മറുപടി, സ്വർഗപ്രവേശം നേടിയാൽ പിന്നെ അവിടെ വൃദ്ധന്മാരും വൃദ്ധകളുമില്ല, എല്ലാവരും ചെറുപ്രായക്കാരായ സമപ്രായക്കാരായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ അവരെ ചിരിപ്പിക്കുകയാണ്. ചില തമാശകൾ അനുവദനീയമായ നിലക്ക്, എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും വിധം തമാശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വഹയിൻ്റെ ഭാരം ഏറ്റുവാങ്ങുമ്പോഴും ആ ഭാരം ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോഴും, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളും കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആഖിറത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അതേ പ്രവാചകൻ തന്നെ ജീവിതത്തിൽ ബോധമുണ്ടാക്കാനും ഉത്ബോധനം നടത്താനുമൊക്കെ ചില ഘട്ടങ്ങളിൽ തമാശ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പോലും ചിരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നവന് നാശം എന്ന പാഠം അത് വേറെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. കളവ് കലരാത്ത, അരസികത്വമില്ലാത്ത നല്ല തമാശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ആധ്യാത്മികതയുടെ ആകാശനീലിമയിൽ വിരാജിച്ച ഒട്ടനേകം മഹത്തുക്കളിലും നമുക്ക് ആ ഒരു രീതി തങ്ങളെ അവലംബിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞായൻ മുസ്ലിയാർ അടക്കമുള്ള പ്രതിഭാധനരായ സൂഫിയാക്കൾ, അവരൊക്കെ സദാസമയം ജീവിതം തന്നെ ഒരു തമാശയാണോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഒരു വിനോദം പോലെ ജീവിച്ചു തീർത്തവരാണ്. എന്നാൽ അവരുടെ തമാശകൾക്കിടയിൽ അവർ അള്ളാഹുവിനെ വരച്ചു കാണിച്ചു. അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനെ കേൾക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും ചുറ്റുപാടുമുള്ളവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കും വിധത്തിലായിരുന്നു അവരുടെ തമാശകളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ബറക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പ്രസ്ഥാനത്തിൻ്റെ ബീജാപാപം നൽകിയ മഹാനവറുകളെക്കുറിച്ചാണ്. ഖുത്ബുസ്സമാൻ എന്നാണല്ലോ തങ്ങളെക്കുറിച്ച് പറയാറ്. ആലിമായിരുന്നു, സയ്യിദായിരുന്നു, കശ്ഫ് കറാമത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളായിരുന്നു. ആർക്കും തർക്കമില്ലാത്ത പ്രകടമായ കറാമത്തുകൾ. അദ്ദേഹത്തിൻ്റെ ജന്മം പോലും നട്ടുച്ച സമയത്ത് നക്ഷത്രമുദിച്ച് നിൽക്കുന്ന സൂചന അല്ലാഹു തആല ഈ വരാൻ പോകുന്ന മഹാമനീഷിയെക്കുറിച്ച് സമൂഹത്തിന് നൽകിയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ താരീഖ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമേൽ മഹത്വമുള്ള ഒരു മഹാമനീഷി, എന്നാൽ തൻ്റെ ചുറ്റുപാടുമുള്ളവരെ ചിരിപ്പിക്കാനും അതുവഴി ചിന്തിപ്പിക്കാനുമൊക്കെ തങ്ങൾ ചില അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് തങ്ങളുടെ താരീഖ് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഒരല്പം തേൻ കഴിക്കുന്ന, മധുരം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത്രേ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾക്ക്. അത് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ണിമോയിൻ കാക്ക എന്ന് പറയുന്ന തൻ്റെ ഖാദിമിനെ തങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷേ രസം അതല്ല. ഉണ്ണിമോയിൻ കാക്കാക്ക് തങ്ങളൊരു പേരിട്ടിട്ടുണ്ട്. തങ്ങൾ വിളിക്കാറ്, ഉണ്ണിമോയിൻ കാക്കയെ തങ്ങൾ വിളിക്കുന്ന പേര് നൂറ് സേട്ട് എന്നാണ്. അതൊരു തമാശയായിരുന്നു. തങ്ങൾക്ക് അങ്ങനെ തോന്നി, തങ്ങൾ വിളിച്ചു. നൂറ് സേട്ടേ എന്ന് നീട്ടി വിളിക്കാറുണ്ടായിരുന്നു അത്രേ തങ്ങൾ. അത് കേൾക്കുമ്പോൾ ഉണ്ണിമോയിൻ കാക്കയും കൂടെയുള്ളവരുമൊക്കെ ചിരിച്ചിരുന്നു എന്ന് അവിടുത്തെ താരീഖിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അബൂ ഹുറൈറ എന്ന പേര് വന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ചില ഇരട്ടപ്പേരുകളൊക്കെ അത് കേൾക്കുന്ന ആളുകൾക്ക്, വിളിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രയാസമില്ലാത്ത വിധം, എന്നാൽ അതിൽ രസം കലർന്ന, നർമ്മം കലർന്ന, അതിൽ പോലും പഠിക്കാൻ ചില കാരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും വിധത്തിൽ മഹാന്മാർ അങ്ങനെയൊക്കെ പ്രയോഗം നടത്തിയിരുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കതിലൊക്കെ ചില രസങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നു അത്രേ, ഫാറൂഖ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഫാറൂഖിനെ തങ്ങൾ ഇംബാർക്ക് എന്നാണ് അത്രേ വിളിച്ചിരുന്നത്. ഇംബാർഖേ എന്ന് നീട്ടി വിളിക്കും എന്ന്.
ഇവരൊക്കെ തങ്ങളുടെ ഖാദിമുകളായി കൂടെ കൂടി നടക്കുന്ന ആളുകളായിരുന്നു. അവിടെ ഒരു രസകരമായ സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ബാഅലവി ബറക്കൽ മുല്ലക്കോയ തങ്ങൾ ജനസ്വാധീനമുള്ള വ്യക്തിയായിരുന്നല്ലോ. ബ്രിട്ടീഷ് ഭരണകാലമാണ്. ആ കാലത്ത് ബ്രിട്ടീഷുകാർ അവർക്ക് അനുകൂലമാക്കി ജനസ്വാധീനമുള്ള ആളുകളെ തങ്ങളുടെ പക്ഷത്ത് നിർത്തുന്നതിനു വേണ്ടി അവരുടെ ഒരു ഉന്നതാധികാരമായ ഉന്നത പദവിയായ ഖാൻ ബഹദൂർ എന്ന് പറയുന്ന സ്ഥാനം നൽകി ആദരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പലരും പലപ്പോഴും പറയാറുണ്ട്, സമസ്ത ബ്രിട്ടീഷ് അനുകൂല സംഘടനയായിരുന്നു, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു എന്നൊക്കെ പരിഹസിക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇവിടെ രസം അതല്ല. ആരോ വന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഖാൻ ബഹദൂർ പട്ടം നൽകാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ തങ്ങൾ ചിരിച്ചു അത്രേ. തങ്ങളുടെ മറ്റൊരു തമാശ അവിടെ വെളിവാവുകയാണ്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ അവർക്ക് എനിക്ക് ഖാൻ ബഹദൂർ പട്ടം തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ട, പകരം അതെൻ്റെ ഇമ്പാർക്കക്ക് കൊടുക്കാൻ പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ഇമ്പാർക്കക്ക് ഈ ഫറൂഖ് എന്ന് പറയുന്ന തങ്ങൾ ഇമ്പാർക്ക എന്ന് വിളിക്കുന്ന ആൾക്ക്, അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സ്വാധീനമുള്ള ആളല്ലല്ലോ, അയാളൊരു ജനസമ്മിതിയുള്ള ആളൊന്നുമല്ല. പക്ഷേ തങ്ങൾ ഈ ഖാൻ ബഹദൂർ എന്ന് പറയുന്ന പട്ടം, ആ ഒരു സ്ഥാനം, അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ ഒരു രീതി ഇമ്പാർക്കയിലേക്ക് തട്ടിച്ചുകൊണ്ടായിരുന്നു. അവിടെയും വലിയൊരു രസമുണ്ടായി. പിൽക്കാലത്തൊക്കെ സമകാലികരായ ആളുകൾക്കിടയിലൊക്കെ അത് വലിയ തമാശയായി അനുഭവപ്പെട്ടിരുന്നു, അവരൊക്കെ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വളരെ ദുർബലമായ ഒരു വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ താമസിച്ചിരുന്നത്. പലരും വന്ന് ആ വീടൊന്ന് പുനർനിർമ്മിക്കാനും അതിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ മരണം വരുന്ന ഒരു കുറഞ്ഞ കാലം താമസിക്കാൻ ഒരിടത്താവളമായി കണ്ടെത്തിയ ഭൂമിയിലെ ഒരു കൊച്ചു ഭവനം, അതിനപ്പുറത്തെ സുഖസൗകര്യങ്ങളൊന്നും തങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പ്രസിദ്ധനായ ഹൈദ്രൂസുൽ ജിഫ്രി ബഹുമാനപ്പെട്ട വരക്കല തങ്ങളെ കാണാൻ വന്ന രസകരമായ ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഖാദിമായി കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞോലനും തങ്ങളെ കാണാൻ വേണ്ടി പുതിയങ്ങാടിയിലെത്തി. തങ്ങളവർകൾ രണ്ടുപേരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. വീട്ടിലേക്ക് കയറുന്ന വേളയിൽ ഹൈദ്രൂസുൽ ജിഫ്രി തൻ്റെ കൂടെ വന്ന കുഞ്ഞോലനോട് പറഞ്ഞു, കുഞ്ഞോല, നീ പുറത്ത് നിന്നാൽ മതി, ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ വീടെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ നാട്ടുകാരോട് പോയി പറയാൻ 2 പടപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അത് പോയി പറയാൻ ഒരാൾ വേണ്ടേ കുഞ്ഞോല എന്ന് അവിടെ തമാശ പറഞ്ഞിരുന്നു എന്ന് കാണാൻ കഴിയും. തമാശ രൂപേണ ആ കാര്യം പറഞ്ഞതാണ്. എന്നിട്ട് പറയും, തങ്ങളെ ഈ വീടൊന്ന് നന്നാക്കിക്കൂടെ? അപ്പോഴും പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന്. അങ്ങനെ ഭൗതിക പരിത്യാഗിയായിരുന്ന തങ്ങൾ, എന്നാൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അപകടം പറ്റിയത് ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടായിരുന്നു എന്ന് താരീഖിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൗതിക പരിത്യാഗിയായി ജീവിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി ജീവിക്കുമ്പോഴും സുഖാഡംബരങ്ങളോടെല്ലാം മുഖം തിരിഞ്ഞ നിലപാട് സ്വീകരിക്കുമ്പോഴും തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് മന്ദസ്മിതം തൂകിയും അവരെ പുഞ്ചിരിയോടെ വരവേറ്റും അവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ നാടു നീങ്ങിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബാഅലവി ബറക്കൽ മുല്ലക്കോയ തങ്ങൾ. തങ്ങളുടെ ചരിത്രത്തിൻ്റെ ഇന്നലകളിലൂടെ ഇൻഷാ അല്ലാഹ് ഈ യാത്ര നമുക്ക് തുടരാം.